ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു പ്രഭാതം തന്നെയാണ് ഇന്ന്. ഇന്നലെ രാത്രി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ സഞ്ജു സാംസൺ വൻപൻ ഫോമിൽ എവിടെ ബോൾ എറിഞ്ഞാലും അടിച്ച് ബൗണ്ടറി കടത്തുന്ന ഒരു മത്സരം നമ്മൾ കാണുകയുണ്ടായി. സഞ്ജു സാംസൻ്റെ ഒറ്റ പെർഫോമൻസ് കൊണ്ട് തന്നെ ഇന്ത്യ സെമി ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. കൂടെ ബാറ്റ് ചെയ്തവരെല്ലാം പതറി വിക്കറ്റ് വീണ് ഇരിക്കുമ്പോൾ സഞ്ജു സാംസൺ വൻ ഫോമിൽ വളരെ ക്ലാസിക് രീതിയിൽ സൂപ്പർ ഒരു പെർഫോമൻസാണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഇത്രയും നാളും ബെഞ്ചിലിരുത്തിയവർക്കെല്ലാം ഒരു ചുട്ട മറുപടി തന്നെയാണ് ഇന്നലത്തെ കളിയിലൂടെ സഞ്ജു സാംസൺ നൽകിയത്. സഞ്ജു സാംസൻ്റെ ക്രിക്കറ്റ് കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചായിരുന്നു ഇന്നലെ നടന്നത്. 50 ബോളിൽ 97 റൺസാണ് ഇദ്ദേഹം നേടിയത്. സെഞ്ചുറി അടിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ടീമിനു വേണ്ടി മാത്രം കളിക്കുന്ന സഞ്ജു സാംസണെയാണ് ഇന്നലെയും നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുൻപുള്ള മത്സരങ്ങളിലും സഞ്ജു സാംസണ് കൂടുതൽ സ്കോറുകൾ നേടാൻ സാധിക്കുമായിരുന്നു. അന്നും അദ്ദേഹം സ്വന്തം സ്റ്റെബിലിറ്റി നോക്കാതെ ടീമിൻ്റെ വിജയത്തിന് വേണ്ടി കളിച്ചതുകൊണ്ടാണ് പലപ്പോഴും ക്യാച്ച് ഔട്ട് ആയിരുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സഞ്ജു സാംസണെ മാറ്റണം എന്ന് പറഞ്ഞ അനേകർക്ക് ഇതൊരു ചുട്ട മറുപടി തന്നെയാണ്. ഇന്ത്യയിലുള്ള അനേക ക്രിക്കറ്റ് ആരാധകർ സഞ്ജു സാംസണിൻ്റെ ഈ ഉന്നത വിജയത്തിൽ സന്തോഷിക്കുന്നു. മലയാളികൾക്ക് ഏറെ അഭിമാനം നൽകിയ മത്സരമായിരുന്നു ഇന്നലെ. സഞ്ജു സാംസൻ്റെ ഒറ്റ പെർഫോമൻസ് കൊണ്ട് തന്നെ ഇന്ത്യ സെമി ഫൈനലിൽ കയറി. തനിക്ക് തന്നിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നുവെന്നും എന്നാൽ പിന്നീട് ദൈവകൃപയാൽ നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം വാർത്താമാധ്യമങ്ങളോട് അറിയിച്ചത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ പുതു ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.